സർക്കാരിനോടും അഭ്യർത്ഥിക്കാനുള്ള ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് മുൻകൈയെടുക്കാൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് അധികാരികൾ മുന്നോട്ട് വരണം. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കേണ്ട ബാധ്യത പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾക്കുണ്ട്. ഞാനിവിടെ അന്വേഷിച്ചപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടെ വന്നിട്ടില്ല എന്നാണ്. വന്നിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അത് ശരിയായ രീതിയല്ല, അത് ഒട്ടും അനുവർത്തിക്കാവുന്ന രീതിയല്ല. മറ്റ് മെമ്പർമാർ വരുന്നുണ്ടോ? ഒരേ ഒരു മെമ്പർ, 19 20 മെമ്പർമാരുണ്ടായിട്ട് കേവലം ഒരു മെമ്പർ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അത് ഒട്ടും തന്നെ ഗുണകരമല്ല. മറിച്ച് ഒരു പള്ളി അങ്കണത്താണ് ഈ സമരം നടക്കുന്നത് എന്നതാണോ അവരെ അലട്ടുന്നതെങ്കിൽ അത് കണക്കാക്കേണ്ട. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വികാരം ഏറ്റുവാങ്ങണം, ഏറ്റെടുക്കണം രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും തന്നെ. കാരണം ജാതിക്കും മതത്തിനും അതീതമായി മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ബാധ്യതയുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്. നോക്കൂ, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്നാണ് ഇവർ പറയുന്നത്. എന്ത് വഖഫ് ഭൂമി? ഇവിടെ ഈ നാട് പോലും കാണാത്ത, ഈ പ്രദേശം പോലും എന്തെന്നറിയാത്ത കുറെ സേട്ടുമാരുടെ കയ്യിൽ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമി വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ആ സേട്ടുമാർക്ക് എങ്ങനെയാണ് ഈ ഭൂമി വന്ന് അവരുടെ കയ്യിലേക്ക് വന്നത്? അവരാരും ഇവിടെ കിളച്ചുണ്ടാക്കി, അധ്വാനിച്ച് കിളച്ചുണ്ടാക്കി കഷ്ടപ്പെട്ട വാങ്ങിയ ഭൂമിയല്ല. അതെല്ലാം രാജഭരണകാലത്തെല്ലാം ഗുജറാത്തിൽ നിന്നെല്ലാം അടക്കം വന്ന സേട്ടുമാർക്ക് രാജാക്കന്മാർ പാട്ടത്തിന് നൽകിയ ഭൂമിയാണോ ഇത് എന്ന് പരിശോധിക്കണമെങ്കിൽ പാട്ട കാലാവധി കഴിഞ്ഞെങ്കിൽ ഇത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ 4ഉം 5ഉം 10ഉം സെന്റിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അവന്റെ അധ്വാനം, കഷ്ടപ്പാടുകൾ, ആയിരക്കണക്കിന് ദിവസം മണിക്കൂറുകളോളം കടലിൽ കിടന്നുകൊണ്ട് കടലിനോട് മല്ലിട്ട് തന്റെ അധ്വാനം മുഴുവൻ, തന്റെ ഭാര്യയും കുട്ടികളെയും മുഴുവൻ കടപ്പുറത്ത് നിർത്തിക്കൊണ്ട് ജീവിതത്തെ ഇത്രയധികം പ്രതികൂലമായ സാഹചര്യത്തോട് വെല്ലുവിളിച്ച് നേരിട്ട് കടലിൽ പോയി കഷ്ടപ്പെട്ട് ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇത്രയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു പണി വേറെ ഉണ്ടാവില്ലെന്നിരിക്കെ ആ മത്സ്യത്തൊഴിലാളികളുടെ അധ്വാനത്തെ കേരളത്തിന്, ഇന്ത്യക്ക് കോടാനുകോടി വിദേശ നാണ്യം നേടിത്തരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നം വരുമ്പോ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമാവില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരം ജീവിത സമരമായി കണക്കാക്കണം. ഭൂപരിഷ്കരണമടക്കമുള്ള മേഖലകളിൽ ഒട്ടനവധി ക്രിയാത്മകമായ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ളവർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് വലിയ ആക്ഷേപം നാളെ ഉയർന്നു വരും. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ സർക്കാർ അടക്കമുള്ള ഏജൻസികൾ ഉടൻ തയ്യാറാവണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുന്നു. എന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് വിലയില്ലേ? മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കണക്കാക്കി അവർക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ, അവർക്ക് അവരുടെ മണ്ണാണിത്, മുനമ്പത്തുകാരന്റെ മണ്ണ്, സേട്ടുമാരുടെ ഭൂമിയല്ല. സേട്ടുമാർ ജീവിതകാലത്ത് ഒരിക്കലും കാണാത്ത ഭൂമി അവർക്ക് അതിനുശേഷം ഫറൂഖ് കോളേജിന് കിട്ടി എന്നാണ് പറയുന്നത്. ആ ഫറൂഖ് കോളേജിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ കാലഘട്ടത്തിൽ സംരക്ഷിക്കേണ്ടതായിരുന്നു. മറിച്ച് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമായി കിട്ടിയ പണം തുരുക്കൂട്ടി വെച്ച് അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, ആ ഭൂമി ഇപ്പോൾ അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആവശ്യങ്ങൾ അറബിക്കടലിൽ കൊണ്ടുപോയി കളയാൻ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നോക്കൂ, ഈ വഖഫ് നിയമങ്ങൾ കുഴിച്ചു മൂടണം. അറബിക്കടലിൽ ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂമി കിട്ടുന്ന രീതിയിലേക്ക് തിരിച്ച് അവർക്ക് ഈ ഭൂമിയിൽ സ്വൈരവിഹാരം നടത്തുന്ന രീതിയിലേക്ക് നിയമനിർമ്മാണം നടത്താൻ കേരള സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നത്.